ആ കുട്ടി ദേവ് കുറച്ചുകൂടെ സുന്ദരിയായിരിക്കണം. എന്ത് പറ്റി ഇപ്പൊ ഇറങ്ങിയത്? പ്രൊഡക്ഷൻ കൺട്രോളിനടുത്ത് ഞാൻ പൈസ വെച്ചിട്ടൊന്നും തന്നില്ല സാർ. ഒരാഴ്ചയായി കുട്ടി എല്ലാ കാര്യത്തിനും സഹകരിക്കുന്ന ആളല്ലേ. ദേവുവിന്റെ പൈസക്ക് ഇവിടെ മുടക്കമൊന്നുമില്ല. 5000 അല്ലേ എന്ന് പറഞ്ഞത് എഗ്രിമെന്റ് ചെയ്ത? 5000 രൂപയെ പറഞ്ഞത്. അത് തന്നെ ഒരാഴ്ചയായിട്ട് ഒരു പൈസയും തരുന്നില്ല. ഇല്ല, മുടങ്ങാതെ രാജപ്പന പൈസ വാങ്ങുന്നുണ്ടല്ലോ ഞങ്ങളെ കയ്യിൽ നിന്ന്. തരുന്നില്ലല്ലോ. ഞാൻ കാണിച്ചല്ലോ, ഓർത്തിട്ടുണ്ടല്ലോ ഇവിടെ ഡെയിലി വാങ്ങുന്നുണ്ട് 5000 വെച്ച്. സാറൊരു കാര്യം ചെയ്യോ? ആ സാറിന്റെ അടുത്തൊന്ന് വിളിച്ചു പറയോ? ഞാൻ ചോദിക്കട്ടെ ഒന്ന്. ഞാൻ വിളിക്കാം. എന്തായാലും രാജപ്പന ഒന്ന് പോയി കണ്ടിട്ട് ഉടനെ എനിക്ക് മറുപടി കിട്ടണം. രാജപ്പന ഒന്ന് പോയി കാണാം. കണ്ടിട്ട് വരാം. ഓക്കെ സാറിനെ കണ്ടിട്ട് വിളിക്കാം. ഓക്കെ. ഹലോ. ആ ഞാൻ വരാം. ഓ വരാം. ഞാൻ കുഴപ്പമില്ല, അത് ഞാൻ വന്നിട്ട് ചെയ്താൽ മതി. 10 മിനിറ്റിനകത്താ. ഓക്കെ. ഹലോ. കുഴപ്പമില്ല. ആ നൈറ്റ് പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. ശരി. സാലറിയുടെ കാര്യം എന്താ? ഇന്ന് ഫുൾ എമൗണ്ട് തരാന്ന് പറഞ്ഞു. സാലറിയുടെ കാര്യം ഒരു സെക്കൻഡ്. ഹലോ. കുഴപ്പമില്ല, ഞാൻ വരാം. ഞാൻ ഇപ്പൊ ഒരു 10 മിനിറ്റ് ഞാൻ അങ്ങോട്ട് വരാം കേട്ടോ. ഓക്കെ ശരി. ഞാൻ പ്രൊഡ്യൂസർ സാറിനെ കണ്ടായിരുന്നു. സാറിന്റെ ഒന്ന് വാങ്ങാൻ പറഞ്ഞു. എല്ലാ എമൗണ്ടും സാർ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരാഴ്ച. ഇതെന്തേ ഇത്ര രൂപ ആയിട്ട് ഞാൻ എങ്ങനെയാണ് സാർ വാങ്ങുന്നത്? എനിക്ക് കൊച്ചിന് ഫീസൊക്കെ അടയ്ക്കാനുള്ളതാണ്. ഇത് നിങ്ങൾ വെച്ചോളൂ. പരിചയം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫിലിമിൽ കാണത്തില്ല. കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. എനിക്ക് ഇത്ര രൂപ ആയിട്ട് വാങ്ങാൻ പറ്റത്തില്ല. എനിക്ക് പ്രൊഡ്യൂസർ സാറിനെ ഒന്നുകൂടെ കാണണം. നിങ്ങൾ ഈ പൈസ നിങ്ങൾ പറയണ കേക്ക്. ഈ പൈസ സാറിന് തന്നെന്നല്ലേ പറഞ്ഞ, പിന്നെ എന്താ എനിക്ക് തരാൻ പാട്? നിങ്ങൾക്ക് എന്റെ തേപ്പിച്ച പൈസകൾ ഞാൻ തരും. അത് നിങ്ങൾ ഇത് വെച്ചേക്കൂ. അങ്ങനെ വെച്ചിരുന്ന പറഞ്ഞ എനിക്ക് എന്റേതായ ആവശ്യങ്ങളില്ലേ? നിങ്ങൾ ഇത് വെച്ചേക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഈ ഫിലിമിൽ കാണത്തില്ല. എങ്കിൽ പിന്നെ അതെനിക്കൊന്ന് അറിയണം. ഞാൻ പ്രൊഡ്യൂസർ സാറിനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. ഹലോ സാർ. മാഡം എന്തുണ്ട് വിശേഷമൊക്കെ? ഇങ്ങനെ പോകുന്നു. അതാണ് സാർ പുറത്തൊരാളെ കണ്ട. അത് ദേവുവാണ്. എന്ത് പറ്റി? ദേവോ? പുതിയ ആളാ? ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആണ്. നമ്മളോടൊന്നും ഒരു മൈൻഡ് ഇല്ല. എന്തോ വല്ല കുഴപ്പം കാണിച്ചോ? നമ്മളെ കണ്ടാലൊക്കെ ഒരു പുച്ഛഭാവത്തിലാണല്ലോ പുള്ളിക്കാരത്തിയുടെ ഇരിപ്പൊക്കെ. നമ്മളുടെ മാക്സിമം സഹകരിച്ച് പോകുന്നതാണ് മേഡത്തിന്റെ കണക്ക്. അങ്ങനെയുള്ള ഒരാളാണ്. ആണോ? പുള്ളിക്കാരത്തി നമ്മളെയൊക്കെ ഇങ്ങനെ ഉള്ള ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ വന്നാലേ നമ്മളെയൊക്കെ കാണുമ്പോൾ ഒരു മൈൻഡ് വേണ്ടേ? പുള്ളിക്കാരത്തി ഭയങ്കര വെയിറ്റില്ല, നമ്മളെക്കാളും വലിയ ആളായിട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെയുള്ളവരെ കൊണ്ട് അഭിനയിപ്പിക്കുകയാണെങ്കിൽ പിന്നെ നമ്മളെ ഈ പ്രോജക്റ്റിൽ തുടരാൻ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇല്ല, അങ്ങനെ പറയരുത്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ 2 കോടിയുടെ പ്രോജക്റ്റ് വരെയുള്ള സാറിന് അറിയാലോ. ഞാൻ ഇവിടെ ഈ സൈൻ ചെയ്ത 1 കോടിയുടെ എന്നെ സൈൻ ചെയ്തത് സാറിനെ കരുതി മാത്രം. ഇവരെയൊക്കെ പേയ്മെന്റ് കിട്ടുന്ന പ്രോജക്റ്റ് ഉണ്ട്. പിന്നെ സാറിനെ കരുതി മാത്രമാണ് ഞാൻ ഇപ്പൊ 1 കോടിയുടെ പ്രോജക്റ്റ് സൈൻ ചെയ്തത്. ആ പുള്ളിക്കാരത്തെ ഒഴിവാക്കില്ല. അതിന് വേണ്ടി ഒരു എടുക്കണ്ട, ഞാൻ അവിടെ വിളിപ്പിക്കാം. ഓക്കെ. ഒരു മാപ്പ് പറഞ്ഞാൽ തീരൂ? അതോ? ഇല്ല, അതിന്റെ ഒന്നും ആവശ്യമില്ല. അവങ്ങളെ ജീവിക്കാൻ വേണ്ടി വരുന്നതല്ലേ. നമുക്ക് വേണ്ട അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളെ. പിന്നെ നമ്മൾ എന്തിനാ വെച്ചത്? എന്തോ അച്ഛനും അമ്മ ആരോ ഇല്ല, 2 പിള്ളേരുണ്ട്. ജീവിക്കാൻ വേണ്ടിയൊക്കെ വരുന്നതാണ്. ആണോ? ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ? നോക്കാം സാറ്. ഞാനൊരു കാര്യം ചെയ്യാം, ഒന്ന് മാപ്പ് പറയിക്കാം. തീരട്ടെ. നിങ്ങൾക്ക് അത് അല്ല കളഞ്ഞിട്ട് പോക്കളേ എന്റെ 10 കോടി. നോക്കാം, ഞാൻ വിളിക്കാം സാറിനെ. അല്ല, ഒരു മാപ്പ് പറയിച്ചിട്ട് പോ. വേണ്ട, അതിന്റെ ആവശ്യം. ഞാൻ വിളിക്കാം സാറിനെ. ഓക്കെ, ശരി. ഓക്കെ. ഈ വിഷയം തീർന്നില്ലേ? എങ്ങനെ തീരാനാണ് സാർ? ഇപ്പൊ ആ സാറ് പറയുന്നു എനിക്ക് എല്ലാ ദിവസവും ക്യാഷ് തന്നിട്ടുണ്ട്, ഞാൻ കള്ളത്തരം പറയുകയാണ്. അല്ല, ദേവ് രാജപ്പൻ ഇവിടുന്ന് കറക്റ്റ് ആയിട്ട് പൈസകളെല്ലാം വാങ്ങുന്നുണ്ട്. വാങ്ങുന്നത് എനിക്ക് കിട്ടുന്നില്ലല്ലോ. അതും കൂടെ സാറ് ഉറപ്പാക്കാത്തത് എന്താ?
ഒരാഴ്ചത്തെ പൈസ ഒരുമിച്ച് തരാന്ന് പറഞ്ഞു, ഇന്നലെ തരാന്ന് പറഞ്ഞു, ഇന്നലെ കിട്ടിയില്ല, അതിന് ഇന്ന് വന്നത്. അതേപോലെ ഒരു സീനിയർ ആർട്ടിസ്റ്റ് വന്നപ്പോഴത്തേക്ക് എന്തോ പറ്റി, അത് അവരുടെ ബഹുമാനിച്ചില്ല എന്ന് പറഞ്ഞൊരു പരാതി വന്നല്ലോ. അതാരാ? സ്നേഹ മേഡം ഇപ്പൊ കണ്ടതേ ഉള്ളൂ, ചിരിച്ചായിരുന്നു. അത് തന്നെ, സ്നേഹ മേഡം വരെ പോകുന്നു, എണീക്കാനുള്ള ഒരു മര്യാദ കാണിക്കണ്ടേ? എണീക്കുന്നത് എന്തിനാ സാർ? സീനിയർ ആർട്ടിസ്റ്റ് അല്ലേ, 2 കോടിക്ക് അകത്ത് ഇപ്പൊ നിലവിൽ അവർക്കൊരു വരുമാനം വാങ്ങുന്ന ആൾക്കാരാണ്. അവരില്ലെങ്കിൽ നമുക്ക് ഫിലിം തന്നെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഫിലിമിന് സീനിയർ ജൂനിയർ എന്നൊക്കെ ഉണ്ട്, എല്ലാവരും ഒരുപോലെയല്ലേ? ഫിലിമിന് അന്ന് ഇന്നും ഉണ്ട് സീനിയറും ജൂനിയറും. ഇനി അങ്ങനെയുള്ളൊരു പരാതി വരരുത്, അപ്പോഴേ ഞാൻ ഒഴിവാക്കും. ഓക്കെ സാർ, സോറി. എന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കണം. രാജപ്പ ഇവിടെ വാ. രാജപ്പ ഇവിടെ വാ. രാജപ്പ എന്തായി കുട്ടി പരാതി പറയുന്നത്? എന്താണെന്ന് അറിയില്ല. ഡബുവിന്റെ പൈസ ഒരുപാട് മുടക്കമുണ്ടോ? ഇല്ല സാർ, എനിക്ക് ഒരാഴ്ചത്തെ പൈസ തന്നിട്ടില്ല. താനെന്തിനാ കള്ളം പറയുന്നേ? എല്ലാ ദിവസവും പൈസ ഞാൻ തരയല്ലേ? കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നിട്ട് പിന്നെ ഇതുവരെ പൈസ തന്നിട്ടില്ല. സാറേ എല്ലാ ദിവസവും പൈസ കൊടുക്കുന്നുണ്ട് സാറേ. ഇവിടെ നിന്ന് കറക്റ്റ് ആയിട്ട് പൈസ വാങ്ങുന്നുണ്ട് രാജപ്പൻ. നിങ്ങൾക്ക് 5000 രൂപയുടെ പേയ്മെന്റ് ഒരു ദിവസം. നിങ്ങൾ എന്തിനാ കള്ളം പറയണത്? ആരാടാ കള്ളം പറയണേ? നിങ്ങൾ ഇവിടെ കള്ളം പറയണത്? താൻ എനിക്ക് എന്നാ പൈസ തന്നത്? എല്ലാ ദിവസവും നിങ്ങൾക്ക് പൈസ തന്നിട്ടുണ്ട്. താൻ എന്തിനാ കള്ളം പറയുന്നത്? വൈകുന്നേരം ആകുമ്പോ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഞാൻ പൈസ എണ്ണി തരയല്ലേ? പൈസ തന്നിട്ടല്ലേ നിങ്ങൾ പൈസ മേടിച്ചോണ്ടല്ലേ പോകുന്നത്? പിന്നെ എന്തിനാ നിങ്ങൾ ഇവിടെ സാറിന്റെ മുമ്പ് കള്ളം പറയുന്നത്? എനിക്ക് ഇങ്ങനെ ഒരു പ്രോജക്ട് ചെയ്യാൻ താല്പര്യമില്ല. ഞാൻ രാവിലെ ഇവിടെ വരുന്നത് ഇത്തിരി പൈസ കിട്ടുന്നതുകൊണ്ട് എന്റെ കാര്യങ്ങൾ നടന്നു പോകാനാണ് ഞാൻ വരുന്നത്. അപ്പോൾ അതുപോലും നടക്കുന്നില്ല എങ്കിൽ എനിക്ക് ഈ പ്രോജക്റ്റിൽ മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. കുഴപ്പമില്ല, ദേവൂര് നമ്മൾ ഓൾറെഡി ഇവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഇരുന്നതാണ്. കാരണം ഒരുപാട് പരാതി വന്നു. ആയിക്കോട്ടെ, ഇനിയിപ്പോ എന്ത് പറയാലോ? കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ലാഭമാണല്ലോ ഉണ്ടായത്. ക്യാഷും തരാതെ അഭിനയിക്കാൻ വന്നിട്ട് ഇന്നെ വെച്ചിട്ടുണ്ടാ ഞാൻ. രാജപ്പ, നിന്നെ കാരണമാണ് ഈ ആവശ്യമില്ലാത്ത ഈ പരാതികൾ അത്രയും ഉണ്ടാവുന്നത്. നീ ഇവിടുന്ന് കറക്റ്റ് പൈസ വാങ്ങിക്കൊണ്ട് പോയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാത്തത് എന്ത് ചെയ്യുന്നുണ്ട്? അതുപോലെ ഫുഡിന്റെ ആള് വെളിയിലുണ്ട്. ഫുഡിന്റെ ആള് കള്ളം പറയണതാണ്. എവിടെ കള്ളം പറയുന്നത്? അതേപോലെ സ്ത്രീകൾക്ക് ഇവിടെ ബാത്റൂം ഫെസിലിറ്റി ഇല്ല. 20 മണിക്കൂർ 25 മണിക്കൂർ ഓരോരുത്തർ അവിടെ നിന്നതിന് ശേഷമാണ് അവർ ബാത്റൂം ഉപയോഗിക്കുന്നത്. എന്താണ് രാജപ്പ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? സാറിന്റെ പ്രീതി കിട്ടാൻ വേണ്ടി കള്ളം പറയണതാണ്. പരാതിയിൽ വന്നാൽ ശരിയാവത്തില്ല കേട്ടാ. ആ ഫുഡിന്റെ ആൾ വെളിയിലുണ്ട്, ഞാൻ വിളിക്കട്ടെ. ഹലോ, നിങ്ങൾ പുറത്തുണ്ടോ? കയറി വരൂ. വരൂ. എന്താണ് അവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം പറയും? എന്താണ് അവിടുത്തെ സംഭവം? സാർ, അവിടുത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 100 പേർക്കുള്ള ഫുഡാണ് ഞങ്ങൾക്ക് ഓർഡർ തന്നേക്കുന്നത്. അവിടെ 400 അല്ല 500. എന്താ രാജപ്പ പറയുന്നത്? അല്ല സാറേ, ഞാൻ ഉള്ളതാ പറയുന്നത്. കള്ളം പറയുന്നത്. അവിടെ 400 അല്ല 500 അല്ല ആളുകൾ 500 പേർക്കുള്ള നമുക്ക് ഈ ഡീലിംഗ് നമുക്ക് രാജപ്പ, നീ 500 പേർക്കുള്ള പൈസ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട്. സാറേ 500 പേർക്കുള്ള പൈസ ഏൽപ്പിച്ചു. സാറേ, ഞാനിത് ആദ്യമല്ല, ഞാൻ വർഷങ്ങളുകൊണ്ട് ഈ ഫീൽഡിൽ ഇരിക്കുന്ന വ്യക്തിയാണ്. ഞാൻ വർഷങ്ങളുകൊണ്ട് ഈ ഫീൽഡിൽ ഇരിക്കുന്ന വ്യക്തിയാണ്. സ്റ്റേറ്റിൽ എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. 100 പേർക്കുള്ള ഫുഡാണ് ഞങ്ങൾക്ക് ഇപ്പൊ കാശ് തരുന്നുള്ളൂ. പക്ഷെ അവിടെ 500 അല്ല 600 പേര് കഴിക്കാൻ പറ്റുന്നത്. ഇതെങ്ങനെ ഇത് കൊടുത്ത് ചെയ്യുന്ന? നിസ്സാരമായി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെക്കുന്ന സ്ത്രീകൾക്ക് പോകും ബാത്റൂം പോലും അവിടെ സൗകര്യമില്ല. ഒരു ബാത്റൂം വന്നാൽ 100 ബാത്റൂം എല്ലാം ഉണ്ട് സാറേ. ഇത് കള്ളം പറയുന്നത്. മാത്രമേ ഉള്ളൂ. പേർക്ക് പോകാനുള്ള സൗകര്യം പോലും ഇല്ല. അവിടെയാണ് 50, 100, 500 പേര് വന്നത് കാത്തിരിക്കുന്നത്. അത്ര പോലും സൗകര്യം ഇല്ലാത്ത ഒരു സെറ്റ് ഞാൻ ആദ്യമായിട്ടായി കാണുന്നത്. രാജപ്പ, സ്ത്രീ ഇന്ന് വിളിച്ചിരുന്നു. 20 മണിക്കൂറോളം ആ സ്ത്രീ അവിടെ ബാത്റൂമിൽ പോകാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തു. ഇത് കള്ളം പറയണതാണ്. എന്താ രാജപ്പ ഈ കാണിക്കുന്നത്? കള്ളം പറയണ സാറേ. ആ കള്ളമല്ല സാറേ, ഞാൻ ഉള്ളത് പറയുന്ന. എനിക്ക് ഇതുവരെ ഒരു സെറ്റിൽ പോയിട്ട് ഇതുപോലെ ഒരു സംഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ സംഭവം ഉണ്ടാവുന്ന. കറക്റ്റ് ഏൽപ്പിച്ച് പൈസയൊക്കെ രാജപ്പ ഇങ്ങനെയാണെങ്കിൽ ശരിയായി വരൂല കേട്ടാ. പൈസ കറക്റ്റ് ഏൽപ്പിച്ചു സാറേ. നിങ്ങൾ കാര്യം ചെയ്യും, നാളെ തൊട്ട് ഫുഡ് കൊടുക്കും. അല്ല, ഞാൻ സാറ് നേരിട്ട് ഡീലിംഗ് ഇടപാടുണ്ടെങ്കിൽ ചെയ്യാം. അല്ലാതെ ഈ പുള്ളിയായിട്ട് നമുക്ക് എന്തായാലും നിങ്ങൾ ഫുഡ് കൊടുക്കും. സാറ് നേരിട്ട് ഡീലിംഗ് ഫുഡ് കൊടുക്കും. ഈ പുള്ളിയായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതെ, ഫുഡ് കൊടുക്കും. ശരി സാർ, നോക്കാം നമുക്ക്. രാജപ്പ, എനിക്ക് കംപ്ലീറ്റ് ലിസ്റ്റ്, എത്ര ആർട്ടിസ്റ്റ് അവിടെ ഉണ്ട്, അവർക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ട്, എന്തൊക്കെ കുറവുണ്ട്, കാര്യങ്ങൾ കംപ്ലീറ്റ് എനിക്ക് ഇന്ന് വൈകുന്നേരം തന്നെ ലിസ്റ്റ് തരണം. തന്നില്ല എന്നുണ്ടെങ്കിൽ രാജപ്പൻ നാളെ ഞാൻ പറഞ്ഞു വിടും. ഓക്കെ, കംപ്ലീറ്റ് ലിസ്റ്റ് ഒന്ന് കൊണ്ടുപോകാം. അതിനുശേഷം ജോലി കയറിയാൽ മതി. ഓക്കെ.